എല്ലാവർക്കും നമസ്കാരം. ഇത് നിലമ്പൂരുകാർക്കുള്ള വീഡിയോ ആണ്. എൻ്റെ പേര് ഷമീർ, താമസം ഫോർട്ട് കൊച്ചിയാണ്, സ്വദേശം മട്ടാഞ്ചേരി. കഴിഞ്ഞ 14 വർഷമായി മെന്റലിസവും ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ഇവിടെ വല്ലാർപാടം കണ്ടെയ്നർ ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം, യഥാർത്ഥത്തില് വൈകിപ്പോയി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ശ്വാസം മുട്ടലുമായി ബന്ധപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് ആയത്. ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. എങ്കിലും ഇന്നത്തെ ദിവസമെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലെത്തണം. അതിനു വേണ്ടിയാണ്. പ്രധാനമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ ചാനലുകൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള വഴി തുറന്നു വെച്ചത് നമുക്കെല്ലാവർക്കും അറിയാം, PV അൻവറാണ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി തന്റെ സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ അതുവഴി ഗവൺമെന്റിനുണ്ടാകുന്ന ചെലവ് കേരളത്തിലുള്ള ഓരോ സാധാരണക്കാരന്റെയും കീശയിൽ നിന്നാണ് ഇത് നഷ്ടപ്പെടുന്നത്. ഉത്തരവാദിത്വ ബോധമുള്ള, ധാർമ്മിക ബോധമുള്ള ഒരാളും ഇത്തരമൊരു പ്രവൃത്തി ചെയ്യില്ല. തൽസ്ഥാനം രാജിവെക്കുന്ന ഒരാള് പിന്നെ മത്സരിക്കാനും പാടില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമാണ്. ഇപ്പൊ നിലവിൽ അവിടെ 4 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും പറയാനുള്ളത്. ആര്യാടൻ ഷൗക്കത്തുണ്ട്, PV അൻവർ ഉണ്ട്, M സ്വരാജ് ഉണ്ട്, BJPയുടെ നേതാവ്, BJPയുടെ സ്ഥാനാർത്ഥി. നമുക്ക് താൽക്കാലികമായി BJPയുടെ സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്താം. കാരണം അത്ര പ്രാധാന്യമല്ല എന്നുള്ളത് കൊണ്ട്. പലപ്പോഴും ചർച്ചയാകുന്നത് ഈ 3 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടാണ്. ജനപ്രതിനിധിയെ സംബന്ധിച്ച് നിലമ്പൂരാണെന്നുണ്ടെങ്കിലും കേരളത്തിലെ ഏത് നിയോജക മണ്ഡലമാണെങ്കിലും നമ്മുടെ ജനങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി 100% ഒരാൾക്കും വൃത്തിയാകാൻ കഴിയില്ല. എങ്കിലും 60% നീതി പുലർത്താൻ കഴിയുന്നവരായിരിക്കണം. സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. തന്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവനായിരിക്കണം. ആ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനായിരിക്കണം. ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായിരിക്കണം. ഏത് രീതിയിൽ നിഷ്കാമകർമ്മത്തോടുകൂടി യാതൊരു പ്രതിഫലവും കാക്ഷിക്കാതെ, അതിനെയാണ് യഥാർത്ഥത്തിൽ ജനപ്രതിനിധി എന്ന് പറയുക. അതായത് ധാർമ്മിക മൂല്യബോധമില്ലാത്ത ഒരാളെയും ജനപ്രതിനിധിയായി നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് ചുരുക്കം. എങ്ങനെയാണ് ധാർമ്മിക മൂല്യബോധം നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? വളരെ പ്രധാനമായി മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഈ മൂല്യബോധങ്ങൾ നമുക്ക് ഈ 3 സ്ഥാനാർത്ഥികളിലും ഒരു പരിശോധന നമുക്ക് നടത്താം. അതിലാദ്യം നമുക്ക് പരിശോധന നടത്താൻ കഴിയുന്നത് PV അൻവറിൽ തന്നെയാണ്. PV അൻവർ രാജിവെച്ചതിന് ശേഷം PV അൻവർ പറഞ്ഞത്, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ കൂടാനും PV അൻവർ ഓടി നടന്നു. കോൺഗ്രസ് ഇപ്പൊ എടുക്കൂല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. തൃണമൂൽ കോൺഗ്രസിന്റെ അതിലേക്ക് ചേർന്നു. അത് കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വരുന്നു. കോൺഗ്രസിലേക്ക് പല തവണകളായി കരച്ചിലായി തന്നെ എടുക്കുന്നു പറഞ്ഞു. PV അൻവറിന്റെ മുദ്രാവാക്യം ഒരൊറ്റ മുദ്രാവാക്യമേ ഉണ്ടായിരുന്നുള്ളൂ, പിണറായി സത്യത്തിനെതിരായിരുന്നു. കോൺഗ്രസ് എടുക്കൂല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ VD സതീശനും PV അൻവറിനെതിരായി. അതായത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് PV അൻവർ നിലകൊണ്ടതെന്ന് വ്യക്തം. ഇപ്പൊ പിണറായി സത്യത്തിനെതിരെ കൂടാതെ VD സതീശനെതിരെയും PV അൻവറിന്റെ പ്രവർത്തനം തുടങ്ങി എന്ന് ചുരുക്കം. പിന്നെ കോൺഗ്രസിനെ കുറ്റം പറയാനും തുടങ്ങി.
ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പി വി അൻവർ പറയുന്നത്, ഞാൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനില്ല, ആരായാലും വേണ്ടിയില്ല, ഉപാധികളില്ലാതെ ഞാൻ സപ്പോർട്ട് തരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഉപാധികൾ വെക്കാൻ തുടങ്ങി. അപ്പോ ഉദ്ദേശം വളരെ വ്യക്തമാണ്. തനിക്ക് താല്പര്യങ്ങളുണ്ട്, തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. കോൺഗ്രസ് സ്വീകരിക്കൂല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കോൺഗ്രസും പിന്നെ ശത്രുവായി. ആ സമയത്ത് പിന്നെയും കരച്ചിലാണ്. പിന്നെ നിലമ്പൂരുകാരോട് പറയണം, എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എനിക്കിനി ഒന്നിനും പറ്റൂല എന്നൊക്കെ പറഞ്ഞ ആള് പിന്നെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുന്നു. നോമിനേഷൻ കൊടുക്കുമ്പോൾ നമ്മളൊക്കെ കാണും 50 കോടി രൂപ, ഒരു പൈസയില്ല എന്ന് പറയുമ്പോൾ 50 കോടി രൂപയാണ് ആസ്തി കാണിക്കുന്നത്. ഒന്ന് നോക്കണേ, എന്തൊരു ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളോട് സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഒരു വോട്ട് ആ മണ്ഡലത്തിൽ നിന്ന് കിട്ടും, ഒരു വോട്ട്. കാരണം ജനങ്ങളെ ഇത്രയധികം തെറ്റിദ്ധരിപ്പിക്കാൻ, ഈ നിലമ്പൂരുള്ള ജനങ്ങളെ ഇത്രയധികം കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും പി വി അൻവർ ശ്രമിച്ചു എന്നത് 100% സത്യസന്ധമാണ്. ഞാൻ നിങ്ങളൊക്കെ കണ്ടതല്ലേ. പി വി അൻവറിന്റെ താൽക്കാലികമായി അവിടെ കണ്ടു. ഇനി ആര്യാടൻ ഷൗക്കത്തിലേക്ക് നടക്കും. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള ആര്യാടൻ ഷൗക്കത്തിന്റെ രീതി? തങ്ങളുടെ കുടുംബത്തിനെതിരെ എത്ര ശക്തമായിട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് സംസാരിച്ചിട്ടുള്ളത്? വെള്ളവും നൂലും ഒക്കെ മന്ത്രിച്ചു കൊടുക്കുന്ന തങ്ങളുടെ കുടുംബത്തിലേക്ക് പോലീസ് കയറാത്തത് എന്താണ്? പോലീസിന് അങ്ങോട്ട് കയറാൻ കഴിയാത്തത് എന്താണ്? ഇതൊക്കെ ആര്യാടൻ ഷൗക്കത്ത് സംസാരിച്ച് നമ്മൾ കേട്ടതല്ലേ? തങ്ങളുടെ കുടുംബത്തിനെതിരായി സംസാരിച്ചത് ആര്യാടൻ ഷൗക്കത്ത് സംസാരിച്ചിട്ടുണ്ട്. ഷൗക്കത്തിന്റെ പിതാവായ ആര്യാടൻ സംസാരിച്ചിട്ടുണ്ട്. നോക്കണേ, ഇങ്ങനെ സംസാരിച്ചയാള് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്ത് ആദ്യം പോയത് തങ്ങളുടെ കുടുംബത്തിലേക്കാണ്. ആ പറഞ്ഞതൊക്കെ വിഴുങ്ങി. ഇനി അതും പോട്ടെ, ജമാഅത്തെ ഇസ്ലാമി അബുൽ അല മൗദൂദിയെ സംബന്ധിച്ചും ഹുക്കുമത്തെ ഇലാഹിയെ സംബന്ധിച്ചും ജമാഅത്തെ ഇസ്ലാമിയുടെ എന്താണ് അവരുടെ ഐഡിയോളജിയെ സംബന്ധിച്ചും എന്തും മോശമായിട്ട് സംസാരിച്ചയാളാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എവിടെ നിൽക്കുന്നു? ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോ ഇവനൊക്കെ ധാർമ്മികത തൊട്ട് തീണ്ടിയിട്ടുണ്ടോ? ഇവനൊക്കെ സ്ഥാനാർത്ഥിയായ വോട്ട് ചെയ്യരുത് സുഹൃത്തുക്കളെ. ആര്യാടൻ ഷൗക്കത്തിനും ചെയ്യരുത്, പി വി അൻവറിനും ചെയ്യരുത്. അപ്പോ ഇവർ രണ്ടുപേരുടെ കാര്യം ഏകദേശം തീരുമാനമാണ്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് പ്രധാനമായും മൂന്നാമത്തെ വ്യക്തിയായിട്ടുള്ള എം സ്വരാജ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എം സ്വരാജിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയേണ്ട നിലപാടുകളുള്ള വ്യക്തി, ധാർമ്മികതയുള്ള വ്യക്തി, മൂല്യബോധമുള്ള വ്യക്തി. അദ്ദേഹം ഒരു തവണ സംസാരിച്ച വിഷയം പിന്നീട് മാറ്റി പറയില്ല. കേരളത്തിലെ ഏതൊരു നിയോജക മണ്ഡലവും ആഗ്രഹിക്കും എം സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ. സുഹൃത്തുക്കളെ, നമ്മൾ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ ധാർമ്മിക ബോധമുള്ള, മൂല്യബോധമുള്ള വ്യക്തികളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, ഒരു BJP കാരനല്ല, ഒരു മുസ്ലിം ലീഗുകാരനല്ല, ഒരു ഇടതുപക്ഷക്കാരനല്ല. എനിക്ക് കൃത്യമായി പറയാൻ ഒരു രാഷ്ട്രീയവുമില്ല. എം സ്വരാജിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഏറെ നാളുകളായി എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയെ കാണാനും അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എം സ്വരാജിന്റെ ഒരുവിധപ്പെട്ട പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആളുകൂടിയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. കാരണം നമ്മൾ ഈ കേരളീയ ജനത ഓരോ നേതാക്കളുടെയും അവരുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. വിമർശനങ്ങളിൽ പോലും മാന്യത പുലർത്തുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെ മാന്യത പുലർത്തുന്നവരിൽ പ്രഥമ ഗണനീയനാണ് എം സ്വരാജ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
എം സ്വരാജ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എം സ്വരാജിനെ സപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? അതേ സാംസ്കാരിക നായകന്മാര് ആര്യാടൻ ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്യണ്ടേ? എന്തുകൊണ്ട് ചെയ്തില്ല? ആര്യാടൻ ഷൗക്കത്തിന്റെ കയ്യിലിരിപ്പ് ശരിയല്ല. കാരണം തരം പോലെ സ്വഭാവം മാറ്റുന്ന ആളുകളാണ് ഇവരൊക്കെ. PV അൻവർ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ എം സ്വരാജിനെതിരെ ഉണ്ടായിരുന്ന ആക്ഷേപം എന്താണ്? നിലമ്പൂരില് ഇത്ര വലിയൊരു ആപത്ത് സംഭവിച്ചിട്ട് ഈ ഭാഗത്തേക്ക് കടന്നിട്ടില്ല എന്ന് PV അൻവർ പറഞ്ഞല്ലോ. ആ പറഞ്ഞതിന് ശേഷം PV അൻവർ പിന്നെ മിണ്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആ പറഞ്ഞത് ശരിയല്ല, അതിന്റെ യാഥാർത്ഥ്യം ആ സമയത്ത് ജനങ്ങൾക്ക് വീണ്ടും ബോധ്യപ്പെടാണ്. കാരണം അവിടെ ആ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് എം സ്വരാജും PV അൻവറും ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോസും അതിന്റെ ചിത്രങ്ങളും PV അൻവറിന്റെ അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റും ഇതൊക്കെ പരസ്യമായി. പിന്നെ അതിനുശേഷം PV അൻവറും വേണ്ടിയിട്ടില്ലല്ലോ. ഇതൊക്കെ തെമ്മാടിത്തരമല്ലേ യഥാർത്ഥത്തിൽ? സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അബദ്ധം സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 9 വർഷത്തെ കാലഘട്ടം ഇടതുപക്ഷ ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള വികസനം, ഈ വികസനത്തിന് എതിര് നിൽക്കാനല്ലാതെ എന്തിനാണ് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുള്ളത്? കോൺഗ്രസിൽ ധാരാളം നേതാക്കന്മാരുണ്ടല്ലോ. ആരെയാണ് വിശ്വാസത്തിലെടുക്കുക? ഒരാളെ നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ പറ്റുമോ ഇങ്ങനെ ഒരു നേതാവിനെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല? കാരണം കൂട്ടത്തിൽ ആ ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് അത്യാവശ്യത്തിന് ഒരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്നേഹം കഴിഞ്ഞ ദിവസം കൊണ്ട് കളഞ്ഞു. ഷാഫിയും PC വിഷ്ണുനാഥും കൂടി ഒരു മേശയിട്ട് പെൻഷൻ ആരാണ് കൂട്ടിയത്? ഉമ്മൻചാണ്ടി. 300 ആക്കിയതാരാണ്? ഉമ്മൻചാണ്ടി. 400 ആക്കിയതാരാണ്? ഉമ്മൻചാണ്ടി. 500 ആക്കിയതാരാണ്? ഉമ്മൻചാണ്ടി. ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ ഇവന്മാരൊക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഒരു ബോധമില്ലാത്ത ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ എന്നാണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്നത്. ജനങ്ങൾ അത്രയും കണക്കാക്കിയിട്ടുള്ളൂ എന്ന് ചുരുക്കം. ഷാഫിയോടൊക്കെ അല്പമെങ്കിലും മര്യാദ ഉണ്ടായിരുന്നു, ആ മര്യാദയും കൊണ്ട് കളഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനൊന്നും കണക്കിപ്പെടുത്താൻ പറ്റില്ല. കേരളത്തിൽ ഇത്രയും മോശം MLA വേറെ ഉണ്ടായിട്ടില്ല. അതാണ് രാഹുൽ മാങ്കൂട്ടം. ഇനി ഇവരുടെയൊക്കെ നേതാവുണ്ടല്ലോ, VD സതീശൻ. ഈ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവിനെ. കാരണം കേരള ഗവൺമെന്റ് നടത്തുന്ന ഏതൊരു വികസന പ്രവർത്തനത്തിനും എതിര് പറയുക, എതിര് പ്രവർത്തിക്കുക, എതിര് നിൽക്കുക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ജോലി എന്ന തെറ്റായ അബദ്ധ ധാരണ വെച്ച് പുലർത്തുന്ന ആ അബദ്ധ ധാരണ, ആ അജ്ഞത, വിവരമില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് VD സതീശൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹവും കേരളീയനല്ലേ? കേരള ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടും വിധം സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ പ്രതിപക്ഷം? തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടടുത്ത് തെറ്റ് ചൂണ്ടിക്കാണിച്ചു, തിരുത്തേണ്ട സ്ഥലങ്ങളിൽ തിരുത്തിപ്പിച്ചും ഒക്കെയല്ലേ പ്രവർത്തനം നടത്തേണ്ടത്? സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ? പരസ്യമായി പറഞ്ഞില്ലേ, മലയോര ഹൈവേ ഞങ്ങൾ എതിർക്കും, ലൈഫ് ഞങ്ങൾ എതിർക്കും, തീരദേശ ഹൈവേ ഞങ്ങൾ എതിർക്കും, കൊച്ചി ഇടമൺ പദ്ധതി ഞങ്ങൾ എതിർക്കും, ഞങ്ങൾ എല്ലാത്തിനും എതിർക്കും. എന്ത് അന്തസ്സായിട്ടാണ് പറഞ്ഞത്? ഇവരൊന്നും കേരളത്തിലെ നേതാക്കന്മാരല്ലേ? കേരളീയ ജനതയിൽപ്പെട്ടവരല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇടതുപക്ഷം വേണ്ട, ശരി, ഇടതുപക്ഷം വേണ്ട. പകരം നമ്മൾ ആരെയാണ് കേരളത്തിലെ ഭരണം ഏൽപ്പിക്കുക? കോൺഗ്രസിനെ വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കാൻ കഴിയൂ? എന്റെ സുഹൃത്തുക്കളെ, ഈ കാലങ്ങളിൽ, ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൂറുമാറിയിരിക്കുന്ന നേതാക്കന്മാർ കോൺഗ്രസ്സുകാരാണ്. സ്വന്തം പ്രത്യയശാസ്ത്രത്തോട് 1% പോലും സ്നേഹമില്ലാത്ത, തന്റെ പ്രത്യയശാസ്ത്രത്തെ ഉള്ളിലേക്ക് കയറിയിട്ടില്ലാത്ത, ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ലാത്ത, കാരണം അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രസ്ഥാനത്തിന്റെ ആശയം ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അവരുടെ അധരങ്ങളുടെ തുമ്പത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവരൊക്കെ ഒറ്റ രാത്രി ഇരുട്ട് വെളുക്കുമ്പോഴേക്കും
BJP ആയി മാറുകയാണ്, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറുകയാണ്. കോൺഗ്രസ്സുകാരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. എത്ര കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ തവണ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു മാറ്റിയല്ലോ, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നേ പറയാൻ പറ്റുള്ളൂ. കാലാവധി തീർന്നിട്ടൊന്നും മാറിയതൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തെ മാറ്റുന്നതിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിന് ഒരാഴ്ച മുൻപ് ഐ വിൽ ഗോ ടു BJP എന്ന് പറഞ്ഞ ആളാണ്. BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം KPCC പ്രസിഡന്റ് ആക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് അവസ്ഥ. ഇതുപോലെ ഉണ്ട്, ധാരാളം നേതാക്കന്മാരുണ്ട് കോൺഗ്രസിൽ. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന നേതാവാരാ? VM സുധീറിനെ പോലുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അവരെ ഒന്നും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറല്ല. കാരണം അധികാരമോഹികളുണ്ട്. വേണ്ട, ഈ കോൺഗ്രസിൽ തന്നെ ശശി തരൂർ MP ഉണ്ടല്ലോ. ഈ ശശി തരൂർ എന്ന് പറയുന്ന നേതാവിനോളം കപ്പാസിറ്റിയുള്ള, മര്യാദയുള്ള, വിവേകമുള്ള, വൈജ്ഞാനിക തലത്തിൽ, ഉന്നത വൈജ്ഞാനിക തലത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന വേറെ എത്ര നേതാക്കന്മാരെ കാണാൻ കഴിയും? ഇവര് വെച്ച് പൊറപ്പിക്കുന്നുണ്ടോ? വെച്ച് പൊറപ്പിക്കുന്നില്ല. ഈ ശശി തരൂരിനെയൊക്കെ സൈഡാക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് അധികാരമോഹം ഉണ്ടേ. ഇവർ ഈ അധികാരമോഹത്തിൽ മാത്രം നിൽക്കുകയാണ്, ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. കേരളത്തിലെ ജനങ്ങൾക്ക് ഇവരെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല, ഒരു സംശയം വേണ്ട. കാരണം അവർക്ക് അവരിൽ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനം അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. സഖാവ് M സ്വരാജിന് എന്നാൽ കഴിയുന്ന രീതിയിൽ ഈ ഒരു വീഡിയോ നിലമ്പൂരുകാർക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. നിലമ്പൂരുള്ള എൻ്റെ അനുജന്മാർക്ക്, എൻ്റെ ജ്യേഷ്ഠന്മാർക്ക്, എൻ്റെ പിതൃസ്ഥാനീയർക്ക്, എൻ്റെ മാതൃസ്ഥാനീയരായിട്ടുള്ള ആളുകൾക്ക്, എൻ്റെ അമ്മ പെങ്ങന്മാർക്ക്, നിങ്ങളോട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശിരസിലേക്ക് പ്രവേശിപ്പിക്കുക. ധാർമ്മിക മൂല്യമുള്ളവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ 3 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ഉത്തമനായ സ്ഥാനാർത്ഥി സഖാവ് M സ്വരാജ്. അദ്ദേഹത്തിന്റെ ധാർമ്മിക മൂല്യം നാവിൻ തുമ്പിൽ മാത്രമല്ല, ഹൃദയത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയം പറയുന്നതാണ് നാവിൻ തുമ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തെറ്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവാതിരിക്കട്ടെ. നേരായ രീതിയിൽ തന്നെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലേക്കായിരിക്കണം നിങ്ങളുടെ വിരൽ ചെല്ലേണ്ടത്. വേറെ ഒരു ചിഹ്നവും നിങ്ങളുടെ കണ്ണുകളിൽ പതിയാതിരിക്കട്ടെ. വേറെ ഏത് ചിഹ്നങ്ങളും നിങ്ങൾക്ക് മനസ്സിൽ വെറുപ്പുളവാക്കുന്ന ചിഹ്നങ്ങളായിരിക്കട്ടെ. വേറെ ഏത് നാമങ്ങളും നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ കാഴ്ചയിലും നിങ്ങളുടെ നാവിൻ തുമ്പിലും നിങ്ങൾക്ക് വെറുപ്പുളവാക്കുന്ന നാമങ്ങളായി മാറട്ടെ. M സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്ന് പറയുന്ന ചിഹ്നവുമായിരിക്കട്ടെ നിങ്ങളുടെ കണ്ണുകളിൽ, നിങ്ങളുടെ കാതുകളിലും, നിങ്ങളുടെ ഹൃദയങ്ങളിലും. അതുവഴി നിങ്ങളുടെ പെരുവിരലിലേക്ക് പ്രവേശിക്കുകയും അത് നിങ്ങൾ വോട്ടാക്കി മാറ്റുകയും ചെയ്യുക. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അതാണ്. ഇതൊരു അഭ്യർത്ഥനയാണ്. നിങ്ങൾക്ക് വകതിരിച്ച് ഞാൻ പറയുക, നിങ്ങളിത് ചിന്തിക്കുക. ചിന്തിച്ച് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ഞാനൊരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, ഞാനൊരു BJPക്കാരനല്ല, ഞാനൊരു മുസ്ലിം ലീഗുകാരനല്ല. പക്ഷെ എൻ്റെ വാപ്പ മുസ്ലിം ലീഗുകാരനായിരുന്നു. 1960 മുസ്ലിം ലീഗുകാരനായ ആളാണ് എൻ്റെ പിതാവ്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലും അന്നുമില്ല ഇന്നുമില്ല. വല്ലാർപാടം കണ്ടയർ ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. ഇന്ന് ഈ നിമിഷം വരെ അങ്ങനെ ഒരു അസോസിയേഷൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന അസോസിയേഷനുമല്ല. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. അതുകൊണ്ട് ഇതൊരു അപേക്ഷയായി പരിഗണിച്ച് നിങ്ങളുടെ ഓരോ സമ്മതിദാന അവകാശവും M സ്വരാജിന് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സുഖമില്ലാതെ കിടക്കുകയായിരുന്നു ആശുപത്രിയിൽ. ഈ ശ്വാസമുട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് ആയത്. ഡിസ്ചാർജായി സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ വന്നപ്പോൾ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഇന്നത്തെ ഈ ദിവസം 17-ാം തീയതി, 17/6/2025. ഇന്ന് കലാശക്കൊട്ടാണ് ഞാനിപ്പോൾ TV കണ്ടു. അതുകൊണ്ട്
നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ വീണ്ടും പറയുന്നു, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലേക്ക് എം സ്വരാജ് എന്ന് പറയുന്ന നാമവും അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്ന ചിഹ്നവുമായിരിക്കട്ടെ നിങ്ങളുടെ നാവിൻ തുമ്പിലും നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ശിരസിലും നിങ്ങളുടെ നയനങ്ങളിലും നിങ്ങളുടെ കാതുകളിലും ഒക്കെ ഈ രണ്ട് കാര്യങ്ങളായിരിക്കട്ടെ. മറ്റു യാതൊന്നും നിങ്ങളുടെ കാതുകളെ സ്പർശിക്കാതിരിക്കട്ടെ, നിങ്ങളുടെ കണ്ണുകളിൽ കാണാതിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ. മറ്റുള്ളതെല്ലാം അധർമ്മങ്ങളാണ്, 100% അധർമ്മകാരികളാണ്. ധർമ്മമറിയാവുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി അവിടെയുണ്ട്, അത് എം സ്വരാജാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.